ജെറേനിയം എസെൻഷ്യൽ ഓയിൽ നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഭയങ്കര ഗുഡ് പ്രോപ്പർട്ടീസാണ്. മെയിനായിട്ട് സ്കിന്നിന് നമുക്ക് അക്കനെയും ഒക്കെ നല്ല ക്ലിയറായി കിട്ടും കണ്ടിന്യൂസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ ലീഫിൽ നിന്നാണ്. ഈ ലീഫ് കണ്ടോ, ഭയങ്കര മണമാണ്. ഇത് നമ്മൾ ഈ ലീഫും ഒന്ന് ടച്ച് ചെയ്തിട്ട് നമ്മളൊന്ന് സ്മെല്ല് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര മണമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ പൂവ് കാണുന്നത്. ഇതിപ്പോൾ പിങ്കും വയലറ്റും പൂവുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കാശ്മീരിലാണ് ഞാനിത് കണ്ടത്. ഞങ്ങൾക്ക് ഓഫീസിൽ ഇതിൻ്റെ പ്ലാന്റ് ഉണ്ട്. ഈ അത്തർ പ്ലാന്റ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം അതിൻ്റെ നല്ല ഗുഡ് സ്മെല്ല് കാരണമാണ് ഈ അത്തർ പ്ലാന്റ് എന്ന് പറയുന്നത്. അതുപോലെ കൊതുകുകളെ അകറ്റാനായിട്ട് ആൻറ്റി ഓക്സിഡൻസ് എല്ലാം ഉള്ളൊരു പ്ലാന്റാണ് ഈ ജെറേനിയം എന്ന് പറയുന്നത്. ഇത് പക്ഷേ നമ്മുടെ നാട്ടിൽ ഞാൻ കൊണ്ടുവച്ച് നോക്കി. നാട്ടിൽ ജസ്റ്റ് വളരും, പക്ഷേ ഇതിന് അധികം ചൂട് പാടില്ല, അധികം മഴ പാടില്ല. തണുപ്പ് രാജ്യത്താണ് ഇത് കൂടുതലും വളരുന്നത്. ഇന്ത്യയിൽ നമുക്ക് ഈ തണുപ്പുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് തന്നെ ഇവിടെ എസെൻഷ്യൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒറിജിൻ ഏതാണെന്നുള്ളത്. യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് വരുന്നതാണെങ്കിൽ അതിന് വില കൂടും ഓഫ് കോഴ്സ്. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസിനും കുറേയൊക്കെ വ്യത്യാസം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മണ്ണിൻ്റെ അനുസരിച്ച് ഓരോ ഇലയിൽ നിന്നുണ്ടാക്കുന്ന എസെൻഷ്യൽ ഓയിലിൻ്റെ വ്യത്യാസം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ലോക്കൽ ഇന്ത്യയിൽ നിന്ന് വരുത്തുന്നതും അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്നുള്ളത് രണ്ടും യൂസ് ചെയ്ത് നോക്കി. മണത്തിനൊരു ചെറിയ വേരിയേഷനും ഉണ്ട്. ഇതാണ് റോസ്മേരി എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ കുറേ പേര് വെച്ച് പിടിപ്പിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ നാട്ടിൽ പക്ഷേ പൂവുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ പൂവിൽ നിന്നും അതുപോലെ ലീഫിൽ നിന്നും സ്റ്റെമ്മിൽ നിന്നും ഒക്കെ എസെൻഷ്യൽ ഓയിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഒരു മണമാണ്. ഈ പൂവൊക്കെ പിടിച്ചിട്ട് നമ്മൾ സ്മെല്ല് ചെയ്യുമ്പോൾ നല്ല മണമാണ്. ഇപ്പോൾ ഇതുപോലെയുള്ള ഹെർബ്സ് പ്ലാന്റുകളൊക്കെ നമുക്ക് വേറെ രീതിയിൽ യൂസ് ചെയ്യാവുന്ന എസെൻഷ്യൽ ഓയിൽ അതുപോലെ തന്നെ നമ്മൾ ഫുഡിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ പാർട്സ്, പൂവ് അല്ലെങ്കിൽ ലീഫ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു ചെറിയ കോട്ടൺ തോർത്തുമുണ്ട് പോലെയുള്ള ക്ലോത്തിലാക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്തിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് ഫില്ല് ചെയ്ത് നമ്മൾ കബോർഡിലൊക്കെ വെക്കുകയാണെങ്കിൽ ഈ വാലൻ അങ്ങനെയുള്ള സാധനങ്ങളില്ലേ, അതൊന്നും വരില്ല. അതുപോലെ തന്നെ ഡ്രസ്സിന് നല്ല സ്മെല്ലും ആയിരിക്കും.